ഇന്ന് 9 ഡിസംബർ 2025. ഇന്ന് മല്ലുമല്ലൻ വീഡിയോയുടെ വിഷയം സത്യാഗ്രഹത്തിൽ നിന്നും അത്യാഗ്രഹത്തിലേക്ക് പോകുന്ന ഭാരതവും കേരളവും. ഇന്ന് കേരളത്തിലെ ഇലക്ഷൻ തുടങ്ങുകയാണ്. ഞാൻ സേവാ സമാജ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഞാൻ 2003 ജനുവരി 3 തുടങ്ങിയപ്പം ഒരു മാസിക ഇറക്കി സേവ. അപ്പം അതിലൊരു പിക്ചർ ഇങ്ങനെയാണ്. താഴെ ഗാന്ധി ഒരു വടിയും പിടിച്ചൊരു പയ്യൻ്റെ കൂടെ സത്യാഗ്രഹ യാത്ര, മുകളിൽ മോദി ഒരു തൃശൂലം പിടിച്ച് കുറേ അനുയായികൾ കൂട്ടി അത്യാഗ്രഹ യാത്ര. ഞാൻ എൻ്റെ മാഗസിനിൽ അതൊരു ന്യൂസ് പേപ്പറിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് അത് അച്ചടിച്ച് സത്യാഗ്രഹ യാത്ര മാറ്റി അത്യാഗ്രഹ യാത്ര. ഇന്ന് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇന്ന് ഈ അത്യാഗ്രഹ യാത്രയുടെ ഓട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം 1992 ബാബരി മസ്ജിദ് 33 വർഷം മുമ്പ് 6-ാം തീയതി ആയിരുന്നു അതിൻ്റെ ഓർമ്മ ദിവസം. അത് തോന്നിയാസം കാരണം ഹിന്ദുക്കള് മുസ്ലിംസിൻ്റെ 400-500 വർഷം പഴക്കമുള്ള ബാബരി മസ്ജിദ് അടിച്ചു തകർത്തതിൻ്റെ അതിനുശേഷം ഹിന്ദുക്കളും മുസ്ലിംസുകളും ഭയങ്കര റൈറ്റായി. അവസാനം അത് ഗുജറാത്ത് കലാപത്തിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്ന് ഇന്ത്യയിൽ മൊത്തം ആക്കി മറിച്ച ഒരു ഇതായിരുന്നു. ഈ നക്സൽവാദിസം, തീവ്രവാദത്തിന് ഞാൻ കൊടുക്കുന്ന നിർവചനമാണ് നിയമം നമ്മുടെ കയ്യിലെടുക്കുക. ഇപ്പം എന്ത് ചെയ്താലും ഇപ്പം അന്ന് ഹിന്ദുക്കള് നിയമം കയ്യിലെടുത്തിട്ടാണ് ഇപ്പം ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ മോദിയും അമിത്ഷാ എല്ലാം കൂടി മുസ്ലിംസിനെ പട്ടിയെ പോലെ കൊന്നൊടുക്കുന്നത്. അതിനുശേഷമാണ് മുസ്ലിം തീവ്രവാദം ലിമിറ്റിന് പുറകിലോട്ട് പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ മാസം ലാൽ കില്ലയിൽ ഒരു ഡോക്ടറാണ് സ്വയം ബോംബായിട്ട് പൊട്ടി തകർന്നത്. ഇന്ന് നമ്മള് പോകുന്ന ഒരു അവസ്ഥ ഒരു വലിയൊരു അപകടത്തിലാണ്. ഞാൻ 25 വർഷം നക്സലൈറ്റ് ഏരിയ ആയിട്ടുള്ള ഗഡ്ചിരോലി ജില്ല മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ പള്ളിയിൽ അച്ഛനായിട്ട് 5 വർഷവും അതിനുശേഷം 20 വർഷം അവിടെ നമ്മൾ സേവനം ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് സേവാ സമാജ്. അപ്പം നമ്മൾ പള്ളിയിലായിരുന്നപ്പോൾ തന്നെ നമ്മൾ ഈ സേവാമേള നടത്തി പോലീസുകാരെയും ഫോറസ്റ്റുകാരെയും ആളുകളെയും ഒന്നിപ്പിക്കാനായിട്ടുള്ള പലതും ചേർത്ത് പിന്നെ രേപ്പമിളിതം പോലീസ് സ്റ്റേഷനിൽ പീസ് ഗ്രൂപ്പിൽ ഞാനൊരു മെമ്പറായി. ഈവൻ നമ്മളൊരു സമൂഹ കല്യാണം പോലീസുകാരെ അറേഞ്ച് ചെയ്തപ്പം ഞാൻ പള്ളി സ്ഥലം കൊടുത്തിട്ട് പറഞ്ഞു, പോലീസുകാരെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പന്തലിട്ടാൽ ആരും വരില്ല, ഞങ്ങളുടെ പള്ളി സ്ഥലത്ത് നിങ്ങൾ പന്തലിടുക. അപ്പം നമ്മൾ പറയുന്നതെല്ലാം ഈവൻ നമ്മളുടെ വണ്ടി രാത്രിയും പകലോടി 10-30 വില്ലേജിൽ